കാശീപുരാധീശ്വരിയായ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ ചടങ്ങാണ് ചാക്യാർകൂത്ത്. വിഷുവിളക്ക് മഹോത്സവ നാളുകളിൽ എല്ലാ ദിവസവും ഇവിടെ കൂത്ത് നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചാക്യാർകൂത്തിലെ പ്രബന്ധക്കൂത്താണ് അവതരിപ്പിക്കുന്നത്. വിദൂഷകന്റെ വേഷമാണ് ഇവിടെ ചാക്യാർകൂത്തിന്. സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഇവിടെ ഈ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് നല്ല ആളുകളാണ് ഇവിടെ ഇന്ന് രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടേക്കുന്നത്. ഇത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് രക്ഷിക്കലേ ഇന്നാണ് ഇത്ര അധികം ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കാണുന്നുണ്ടായത്. മുഖത്തും നെഞ്ചിലും കൈമുട്ടിനു മേലെയും അരിമാവ് കൊണ്ട് കുറി വരക്കും. കണ്ണിൽ വീതിയിൽ വാലിട്ട് കണ്ണെഴുതും. നെറ്റി, മൂക്ക്, കവിളുകൾ, താടി, നെഞ്ച്, കൈകൾ എന്നിങ്ങനെ 14 ഭാഗങ്ങളിൽ ചുവന്ന പൊട്ടുണ്ട്. ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാന്മാർക്ക് പല പ്രകാരേണ ചെവിപ്പൂക്കളും കുടുമയും വാസിയും പീലിപ്പട്ടവും ഉണ്ടാകും. കൈകളിൽ കടകവും മാറിടത്തിൽ പൂണൂലുമുണ്ടാവും. മാറ്റുമടക്കി പിന്നിൽ കനപ്പിച്ച് പൈതകം വെച്ചെടുത്ത് കടിസൂത്രം കെട്ടിയാണ് ചാക്യാർ അരങ്ങിലെത്തുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരും കൂടെ രക്ഷിതാവ് എന്നല്ലേ വാസുദേവൻ രക്ഷിക്കട്ടെ. അന്നപൂർണേശ്വരിയെ തൊഴുത് വണങ്ങിയതിന് ശേഷം കൂത്തമ്പലത്തിലാണ് കൂത്ത് അരങ്ങേറുന്നത്. കലാമണ്ഡലം ശ്രീനാഥാണ് കൂത്ത് അവതരിപ്പിച്ചത്. അന്നപൂർണേശ്വരിയുടെ അന്നദാനത്തിന് ശേഷമാണ് കൂത്ത് അരങ്ങേറുന്നത്. പുരാണകഥ വിശദമായി പ്രതിപാദിക്കുന്നതോടൊപ്പം സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യരൂപത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്നു. ശ്രീ മഹാവിഷ്ണു പുറപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല ശ്രീ പരമേശ്വരൻ പുറപ്പെട്ടിട്ടുണ്ട്, ശ്രീ ഭദ്രകാളി പുറപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഈശ്വരന്മാരും പുറപ്പെട്ടിട്ടുണ്ട്. ആ പറയണ കൂട്ടത്തിലൊന്നും ഇങ്ങനെ ഈശ്വരൻ, സാക്ഷാൽ ഈശ്വരൻ, അതെല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഈശ്വരനാ. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ഇവിടെ ആരുമില്ല. അത് അങ്ങനെ ഒരു ചോദ്യം. അതിനൊക്കെ തന്റെ കർമ്മം നന്നാവണം. താൻ ഒരാളും അറിയില്ല. ഇങ്ങനെ പോയാൽ താൻ വലിയ താമസമില്ലാണ്ട് അറിയാതെ കണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ഈശ്വരന്മാരെയും കേട്ടിട്ടുണ്ട്. കാണികളെ കളിയാക്കിയും പരിഹസിച്ചും മുന്നേറുന്ന ചാക്യാർകൂത്ത് വേറിട്ടൊരനുഭവമാണ് കാണികൾക്ക് പകർന്നു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.